എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസാചരണം ഇന്ന് 23-ാം ദിനം. വയനാട് ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് സമിതിയും തമിഴ്നാട് സമിതിയിലെ വനിതാ വേദിയും ചേർന്ന് നടത്തുന്ന ഓൺലൈൻ രാമായണ പാരായണ മാസാചരണ ദിനം ഇന്ന് 23-ാം ദിവസത്തിലേക്ക്. ഇന്ന് രാമായണ പാരായണം നടത്തുന്നത് വീട്ടിക്കുമുല്ല സമിതിയിലെ അംഗങ്ങളാണ്. ഇന്നത്തെ ദിനത്തിന് തമിഴ്നാട് സമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് സ്വാഗതം അർപ്പിക്കുന്നത് രാമകൃഷ്ണൻ വീട്ടിക്കുമുല സമിതി പ്രസിഡന്റാണ്. പാരായണം നടത്തുന്നത് രാധിക രാമകൃഷ്ണൻ വീട്ടിക്കുമുല, കമലാക്ഷി രാമകൃഷ്ണൻ, കമലാക്ഷി ബാലൻ. രാമായണത്തിലെ സന്ദേശം നൽകുന്നത് വിജയൻ മാസ്റ്റർ കരുവുറ്റി, കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറിയാണ്. നന്ദി അർപ്പിക്കുന്നത് ശ്രീരാജ് വീട്ടിക്കുമുല. ശ്ലോകം രാമകൃഷ്ണൻ വി കെ. ഇതിന്റെ രാമായണ മാസാചരണ ദിനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിജയൻ ചെറുകുന്ന് അവർക്കും, ശിവദാസൻ കോളിമാട് അവർക്കും, സിതീഷ് എരുമാട്, അതുപോലെ തന്നെ രാജേഷ് കരുവളം, അഭിമന്യു അഭിനന്ദന, ഇവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വീണ്ടും ആശംസ നേർന്നുകൊണ്ട് നമ്മളെ ഇന്നത്തെ ദിന സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി രാമകൃഷ്ണൻ വീട്ടിക്കുമുലെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം കൂടിയാണെന്ന്. രാമായണ പാരായണം കർക്കിടക മാസം 23-ാം തീയതിയിലേക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിക്കുമുല പ്രാദേശിക സമിതിയിൽ. പിന്നെ സ്വാഗതം അർപ്പിക്കുകയാണ് നമ്മുടെ കടമ. പിന്നെ രാമായണത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. വയനാട് ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഘടകം പ്രസിഡന്റ്, സെക്രട്ടറി ഗജാഞ്ചി, പ്രാദേശിക സമിതിയിലെ ഭാരവാഹികൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതേപോലെ ഇങ്ങനെയൊരു സംരംഭം, ഒരു വേദി ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ബഹുമാന്യ വിജയേട്ടൻ, കോളിമാട് ശിവദാസേട്ടൻ, KP സുരേന്ദ്രേട്ടൻ തോട്ടപ്പുര, അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള രാധിക രാമകൃഷ്ണൻ വീട്ടിക്കുമുല, കമലാക്ഷി രാമകൃഷ്ണൻ വീട്ടിക്കുമുല, കമലാക്ഷി ബാലൻ വീട്ടിക്കുമുല. അപ്പൊ ഈ രാമായണ പാരായണത്തിന്റെ സന്ദേശം അവതരിപ്പിക്കുന്ന കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി വിജയൻ മാസ്റ്റർ കരുവുറ്റി അവരുടെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംരംഭത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി വീട്ടിക്കുമുല പ്രാദേശിക സമിതിയിലെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ സുഹൃത്തും ശ്രീരാജിനെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി രാധിക രാമകൃഷ്ണൻ പാരായണം ചെയ്യുന്നതിനായി ക്ഷണിക്കപ്പെടുന്നു. നന്ദി, നമസ്കാരം. സോറി, ഒന്നുകൂടിയും ഈ ആമുഖം നടത്തിയ നമ്മുടെ സുഹൃത്ത് സുരേഷ് ഏട്ടനെയും മുള്ളമ്പയിൽ വനിതാവേദി തമിഴ്നാട് ഘടകം എല്ലാവരെയും ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമാതാമൃത പാരിജാതം മാനുഷ്യ പത്മേഷ് ജഗൽ സ്വരൂപ പ്രണമ്യ തുഞ്ചത്തെഴും നാചാര്യപാദം തൊഴുന്നേ. ശ്രീ ഗുരുഭ്യോ നമം. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം പടക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമ മൂലം ഹതിപ്രദം.
ദക്ഷിണാനേത്ര സ്ഫുരണവുമുണ്ടുമേ, ലക്ഷ്യമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം, സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കാം രംഭപ്രമാദി പ്രമുഖരായുള്ളവർ. സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുഷീണനും തുങ്കൻ നളാനും ശതബലി താരനും. ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. ഇത്താമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുലച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രദീപര മാസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നടുക്കുന്നതു പോലവേ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വ ബലങ്ങൾ ഭുജിക്കയും. ശൈലവന നദി ജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളായ കവികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നുടെ കണ്ടദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ടാമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ. വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാ വിഷാദരന്മാരായ രാത്രീഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളോ മന്ദബുദ്ധ്യാ രാമപാർശ്വയമരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിന നൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭ്രയ ക്രോധലോപാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങിനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാ പരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഘതനാകയാൽ മായാവിമോഹിതൻ മാർക്കു തോന്നും വൃഥാ
ദുഃഖി എന്നും സുഖി എന്നുമെല്ലാം അതും. അക്കത നിൽക്കേ ദശരഥപുത്രരും മർക്കാത്മജാതകളായ കവികളും പാരാതിരിക്കു വടക്കേക്കര വന്നു. പരിധി പോലെ പരന്നോനോത്തരൻ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയും. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ നമ്മെ വരുത്തി വിരവോടു മന്ത്രി നികേതനം പൂക്കിതിരുന്നാൽ. ആദിദയാസ സുരേന്ദ്രികൾക്കു മരു താതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടും കേൾപ്പിച്ചനവസ്ഥകൾ. മാരുതി വന്നവടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയുമില്ലല്ലോ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതൊഴിച്ചാനനുഭവം. നഗ്നഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം രക്ഷകകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടു പൊടിച്ചു സമുദ്രവും. ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദി തന്നുത്തരധേരിയെ മരുവിനാർ. കർത്തവ്യമെന്തു സമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കഞ്ചലം. സാധ്യമിതാമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ പേട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നതു ദൃശ്യം എന്നുറച്ചെന്നുച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മദ്യം ചൊല്ലിനാൽ ഓരോ തരം പറഞ്ഞൊന്നുള്ളതും തീരുവാനായി പ്രതിവാദിച്ചനന്തരം. ചിത്താഭിമാനനെ താൻ പറഞ്ഞതോ സാധിപ്പിപ്പതൊന്നു ദുർത്തകം പറഞ്ഞതോ ബാധിച്ചു മറ്റേവനും പറഞ്ഞ ശ്യാം. കാലുഷ്യചേതസ്യ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം. ഇന്ത്യയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ ഇന്ത്യമായുള്ളോരതമ ധർമ്മമത്രയും. എന്നീലവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. രാകുലനെന്തു ഭവിച്ചിതു മാനസേ മർദ്ദനാം രാമങ്കൽ നിന്നു ഭയം തവ. ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. കാലാരി ചന്ദ്രകാശത്തെ നൽകില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസീതേ. ചൈത്രലോകവാസികളെല്ലാം ബല മാലോക്യ വീതി കലർന്നു മരുവിന്നോ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാമൊന്നു ഉപേക്ഷിക്ക കാരണമല്ലേതുമേ. രാമായണമെന്നിയോ പോയിക്കൊണ്ടതും അവൻ ഞങ്ങളാരെന്നോ മറിഞ്ഞാകിലുമെന്നുമേ. ഞങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഈ തം ദശമുഖനോടറിയിച്ചുടൻ. പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാൽ മാനവമോടിനി ഞങ്ങളിലാലോകനെ
മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മനുഷ്യജാതികളില്ല ലോകത്തിങ്ക് ലാവജാതിയുമില്ലെന്നോ വരും ഇന്നൊരു കാര്യം വിചാരിക്കാമേൽപ്പല ഒന്നിച്ചുകൂടിയിരുന്നുകമീ എന്നതും എത്രയും ഭാരം ഇളപ്പം നമുക്കിതോ മുൾത്താരിലോർത്തോരോളം ജഹൽ പ്രഭോ നക്തഞ്ചരാവാരീർത്തം പറഞ്ഞ താപമൊട്ടും കുറഞ്ഞു ദശാസ്യനും നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രയും അഗ്രജൻ തന്നെ വണങ്ങിനാൽ കാടനാഹാടം ഘാടമോദം വിചാർ പീഡാദിയന്മാരുതി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരഞ്ജതാ തന്നോടു ചിത്തരോരോഹേണ വിചാരനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവദത്തമാശു കിട്ടുന്നതും നല്ലതോ ഇപ്പോൾ വഹാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണനാഹാനിക്കുന്നതു തന്നെ ധരിക്ക നീ രാമൻ ഭവാനേക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴുന്നയില്ലെന്നുമേ ജീവിച്ചിരിക്കയില്ല ഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമൻ നിത്യം രാമൻ മനോഷനാലസ്യരൂപന ശ്രീരാമ മഹാവിഷ്ണു നാരായണൻ പരാ സീതയാകുന്നതും ലക്ഷ്മി ഭഗവതി ജാതയായ അയാൾ തവ നാശം വരുത്തുവാൻ മോഹേനാദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുത്തുന്നതോ മീനങ്ങളെല്ലാം സരത്തിങ്കൽ മോഹിച്ചു സാതാനെ വിളംബം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടോ മോഹിച്ചു ശലഭങ്ങൾ മഗ്നമാതൃമൃത്യം ഭവിക്കുന്നതീ ദുർവണ്ണം ജാനകിയെ കൊണ്ടോ മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനു മഹപ്പെടാ നല്ലതല്ലേതോ എനിക്കതെന്നുള്ളതോ മുള്ളാലറിയിരിക്കുന്നതോ ഉണ്ടെന്നാകിലും ചെല്ലുന്നുണ്ടെങ്കിൽ മനസ്സിൽ കാരണം ചെല്ലുവാൻ നമുക്ക് കഴിഞ്ഞു ജന്മത്തിങ്കൽ വാസന കൊണ്ടതോ നിക്കരുതാർക്കുമേ സാധനായാലും മടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യകർമ്മങ്ങൾക്കു പോലും മജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിത്തരില്ല എന്നഹനയം നീയതോ നാട്ടിലുള്ള കോമാപത്തിനായി നിർണയം ഞാനതിനി രാമനെയും മറ്റു വാനരന്മാരെയോ ഒക്കെയൊടുക്കുവാൻ കഥാസന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ശ്രീ വിജയൻ മാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ 6 കാണ്ഡങ്ങളാണ്. അതിൽ അവസാനത്തെ കാണ്ഡമായ യുദ്ധകാണ്ഡത്തിലെ 3 ഭാഗങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീരാമന്റെ ഒരു യാത്രയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രബലരായ സൈനാധിപനായ നീലന്റെ കീഴിൽ കണക്കില്ലാത്തൊരു വാനർപ്പടയുമായി കിഷ്കിന്ധയിലേക്ക് രാവണനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് ഇവിടുത്തെ സന്ദർഭം. ഇവർക്ക് ഏറ്റവും മുന്നിലായി ശ്രീരാമനും കൂടാതെ ലക്ഷ്മണനും അംഗരക്ഷകനായ സുഗ്രീവന്റെ അംഗരക്ഷകനായ
അതിമുഖനും ഇവരോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. സുഗ്രീവന്റെ പിറകിലായി സർവസൈനാധിപന്മാരായ നീലനും നീലന്റെ ഇരുവശങ്ങളിലായി ഗജൻ, ഗഹൻ, യാഷൻ, ജാമ്പുവൻ എന്നിവരും ഇവർക്ക് പിറകിലായി സൈന്യ സംരക്ഷണത്തിനായി മൈന്ദൻ, വിവതൻ, ശുശേഷൻ, കേസരി എന്നിവരും ഇവരുടെ ഇരുഭാഗത്തായി തുങ്കൻ, നളൻ, ശതവരി, താരൻ എന്നിവരുമായിട്ടുള്ള ഒരു മഹാ സൈന്യമായിരുന്നു യുദ്ധത്തിലുള്ള പുറപ്പാട്. ഇവർ പോകുന്ന വഴിയിൽ വാനരങ്ങളല്ലേ, അവർ ചാടിയും മാന്തിയും അങ്ങനെ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവർ വളരെ അകലെ വെച്ച് തന്നെ മഹേന്ദ്രഗിരി പർവ്വതത്തെ കാണുകയും അന്നത്തെ രാത്രി ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ താഴ്വരകളിൽ താമസം ഉറപ്പിക്കുകയും ചെയ്തു. വിസ്താരമായ വാരണാസി കണ്ട് വാനവർമാർ ഭയപ്പെടുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് ചാടിക്കിടക്കുക? മഹാനായ ഹനുമാൻ ഇത് കളിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് ഇത് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളത് സ്വയം മന്ത്രിക്കുകയായിരുന്നു. ആ സമയത്ത് ലക്ഷ്മണനും ഹനുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ശ്രീരാമൻ ചോദിക്കുകയാണ്, അല്ലയോ ധീരനായ ഹനുമാൻ, നിങ്ങൾ ശ്രീലങ്കയെ അല്ലെ ലങ്കയെ തീയിട്ട് നശിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു പടയുമായിട്ട് യുദ്ധത്തിന് പോകണമായിരുന്നോ? ആ സമയത്ത് ഹനുമാൻ പറയുകയാണ്, ഞാൻ ലങ്കയുടെ ആ കൊട്ടാരത്തിലുള്ള ഭാഗങ്ങൾ മാത്രമേ തീയിട്ട് നശിപ്പിച്ചുള്ളൂ. എത്രയും വിസ്താരമേറിയ ഒരു ഭാഗമാണ് അവിടെ ഉള്ളത്. രാവണന്റെ രാജകീയമായ മന്ദിരങ്ങൾ, ഉദ്യാനങ്ങൾ എന്നിവയാണ് ഞാൻ നശിപ്പിച്ചത്. രാവണ നഗരി പൊതുവെ പറഞ്ഞാൽ വളരെ വിസ്താരമേറിയതാണ്. ശ്രീകുട പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ ലങ്ക സ്ഥിതി ചെയ്യുന്നു. അതിനു ചുറ്റും ഏകദേശം 700 യോജനകൾ വിസ്താരമുണ്ട്. അതിന്റെ മധ്യഭാഗത്തായി നഗരത്തിന് ചുറ്റും അതിമനോഹരമായ കനകാങ്കിത നിർമ്മിതമായ പ്രകാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. 4 വശത്തേക്ക് 7 നിലകൾ വീതിയുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ കാണാം. അതിനുപരി 6 കോട്ടകൾ വേറെ. അവയ്ക്ക് ചുറ്റും 14 ഗോപുരങ്ങൾ. അങ്ങനെ മൊത്തം 28 ഗോപുരങ്ങൾ ഉള്ളതാണ് ശ്രീലങ്ക നഗരി അല്ലെ ലങ്ക. ഈ ലങ്ക നഗരിയെ എല്ലാം തന്നെ നശിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഇതിന്റെ അന്തർഭാഗങ്ങളിൽ അഗാധമായ കിടങ്ങുകളും കൂടാതെ ഭൂഗർഭത്തിൽ വലിയ രഹസ്യ സങ്കേതങ്ങളുമുണ്ട്. അവിടേക്ക് അടിയരെത്തിപ്പെടാൻ പറ്റിയില്ല. ഈ രാക്ഷസ സൈന്യങ്ങളെല്ലാം അതിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതിനാൽ രാവണന്റെ സൈന്യങ്ങൾ അവിടെ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ഇവിടുത്തെ ചുരുക്കം. വേണമെങ്കിൽ എനിക്ക് സീതാദേവിയെ എൻ്റെ തോളിൽ കയറ്റി കൊണ്ടുവരാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാത്തത് ക്ഷത്രിയ ധർമ്മമാണ്. അങ്ങൊരു ക്ഷത്രിയനാണ്. അങ്ങയുടെ ആ മനസ്സോടെ ഇതുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അങ്ങയുടെ
സൈന്യത്തിന്റെ ബലത്തിൽ മാത്രമേ സീതാദേവിയെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് സീതാദേവി അവിടെ പറയുകയുണ്ടായി. ഒരിക്കലും ഞാൻ ഒരു കുലലസ്ത്രീയെ പോലെ ഒളിച്ചോടി പോകാൻ തയ്യാറല്ല. എന്നെ അദ്ദേഹം വന്ന് മോചിപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ് എന്നാണ് ഇവിടുത്തെ ഇതിലെ ഇതിവൃത്തം. അങ്ങനെ രാവണനുമായിട്ട് അവരുടെ മന്ത്രിമാരുമായിട്ടുള്ള ആലോചനയിലേക്ക് നീങ്ങുകയാണ്. നമ്മളുടെ ഈ രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ ലങ്കാ നഗരം ഐശ്വര്യമുള്ള ഒരു നഗരമായിരുന്നു. കേവലം ഒരു കുരങ്ങൻ വന്ന് അത് അഗ്നിക്ക് ഇരയാക്കുകയും അങ്ങനെ ലങ്കാനഗരത്തിലെ ലങ്കാദേവിയെ ഇവിടെ നിന്ന് അടിച്ചോട്ടിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ലങ്കാനഗരത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കണം. അത് നമ്മുടെ ഏവരുടെ കടമയാണ്. ഞാൻ അധർമ്മത്തോടെയല്ല ഞാൻ ധർമ്മത്തോടെ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഹനുമാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാലിൽ തീ കൊടുത്ത് വിട്ടത്. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമോശമായിപ്പോയി. കാരണം ഇത് ഇത്ര തരത്തിലാകും ആയിരുന്നു തോന്നുന്നില്ല. കാരണം ലങ്ക വാനര നശിപ്പിക്കപ്പെടുമെന്നുള്ളത്. പക്ഷെ നമ്മളുടെ മണ്ഡോദരിയുടെ പിതാവായ യമൻ കാരണം അദ്ദേഹം നമുക്ക് വീണ്ടും അതിമനോഹരമായ ലങ്കാനഗരത്തെ ഉരുവാക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഈ ലങ്കാനഗരത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഏവരുടെയും കടമയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച് അതായത് നമ്മുടെ നഗരത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉപദേശം എന്ന് ഇവരുടെ മന്ത്രിമാരോടും സൈനാംഗങ്ങളോടുമെല്ലാം പ്രതിപാദിച്ചു. പക്ഷെ ഇത് 2-3 പേര് എന്ത് ചെയ്തു? മുഖാദരൻ എന്ന മന്ത്രി പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ ആയ അദ്ദേഹത്തെ അല്ലെങ്കിൽ ശ്രീരാമനെ ഭയപ്പെട്ട് നാം അടിയറ വെക്കാൻ പാടില്ല. നമ്മളുടെ കടമ എന്താ വെച്ചാൽ നമ്മുടെ ലങ്കയെ വീണ്ടും നല്ലൊരു ലങ്കയാക്കി മാറ്റണം. അതിന് നിങ്ങൾ രാവണൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ലങ്കാദീപൻ പറഞ്ഞ പോലെ സീതാദേവിയെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യശ്രീ എവിടെ ഇരിക്കുന്നു അവിടെ വീണ്ടും മനോഹരമായ നഗരം ഉണ്ടാക്കാം എന്നതാണ് പറയുന്നത്. അങ്ങനെയെന്നുള്ള വിചാരത്തിൽ ശ്രീരാമനെ അല്ലെങ്കിൽ രാവണൻ ശ്രീരാമന്റെ ഭാര്യയായ സീതയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതിനു പുറമെ കുംഭകർണൻ യുദ്ധത്തിന് വിളിക്കുകയാണ്. കുംഭകർണൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ചെയ്ത് ഒരിക്കലും ധർമ്മമല്ല, നിങ്ങളൊരു അധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ കാരണം പല സ്ത്രീകളും അധർമ്മത്തിലേക്ക് നിങ്ങൾ കാരണം നശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു അധർമ്മമാണ്, ധർമ്മമല്ല. ധർമ്മമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സീതാദേവിയെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് കുംഭകർണൻ ജ്യേഷ്ഠനോട് പറയുകയാണ്. പക്ഷെ ജ്യേഷ്ഠൻ എന്താ പറയുന്നത്? ഞാനും നിന്റെ ജ്യേഷ്ഠ വിഭീഷണനും ഞാനും നീയുമെല്ലാം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നവരാണോ? നിങ്ങൾക്ക് ഇത്രയും ഭീരുത്തരാണോ? എന്തുകൊണ്ടാണ് അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല? ഞാൻ ധർമ്മത്തെ രക്ഷിക്കുന്നവനാണ്, ധർമ്മത്തിന് മാത്രം കുടികൊള്ളുന്നവനാണെന്ന്. എന്തായാലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രാമനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ തല
സ്വർണ്ണ തളികയിലാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാം. എന്നെ അവിടേക്ക് അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ്. അങ്ങനെ കുംഭകർണന്റെ മനസ്സ് മാറുകയും യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമയം ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച വീട്ടിക്കമ്മൂല സമിതിയുടെ ഭാരവാഹികൾക്കും അതുപോലെ ഇതിന്റെ സംഘാടകരായ വിജയൻ ചെറുകുന്ന്, ശിവദാസ്, രാജേഷ്, തമിഴ്നാട് ഘടക സമിതിയുടെ ഭാരവാഹികളെ, വനിതാ വേദികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഉപ്പും ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാജാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വയനാട് ആദ്യമായി എന്നിൽ അർപ്പിച്ച കർത്തവ്യം എന്ന് പറഞ്ഞാൽ നന്ദി പറയുക എന്നാണ്. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിക്ക് ആദ്യമായി എൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതേപോലെ ഈ ഗൂഗിൾ മീറ്റിംഗ് ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ സമുദായത്തിന് നല്ലൊരു വിജയത്തിന് വേണ്ടി ഇനി വരുന്ന തലമുറയ്ക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരുക്കിയവർക്കും എൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ആദ്യമായി ആമുഖം നമ്മളടുത്ത് പറഞ്ഞ സുരേഷ് ഏട്ടനെ എൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതേപോലെ സ്വാഗതം ആശംസിച്ച VK രാമകൃഷ്ണൻ അവറുകൾക്കും നന്ദി പറയുന്നു. അതേപോലെ പാരായണം ചെയ്ത നമ്മുടെ വീട്ടിക്കമ്മൂല പ്രാദേശികത്തിൽപ്പെട്ട രാധിക രാമകൃഷ്ണൻ അവറുകൾക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. കമലാക്ഷി രാമകൃഷ്ണൻ അവറുകൾക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. കമലാക്ഷി ബാലൻ എന്നിവർക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതേപോലെ തന്നെ വിജയമാഷ് നമുക്ക് വേണ്ടി നല്ല ഇന്നത്തെ പാരായണം 23ാമത്തെ ദിവസമാണ്. ആ ഇതിവൃത്തം കറക്റ്റായി മാഷ് ഞങ്ങളെ അവതരിപ്പിച്ചു. മാഷ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ തന്നെ വനിതാവേദി, നമുക്കറിയാം വനിതാവേദി രൂപം കൊണ്ടിട്ട് ഏകദേശം കുറച്ച് നാളുകളായി. അവരും ഈ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാമായണം അവസാനിക്കാൻ വേണ്ടി ശ്ലോകം ചൊല്ലുന്നതിന് വേണ്ടി VK രാമകൃഷ്ണൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അവസാന വേളയിലാണ്. ശ്ലോകം ചൊല്ലാനാണ് എന്നെ ഈ സംരംഭത്തിലേക്ക് ക്ഷണിച്ചത്. അപ്പൊ ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. പൂർവം രാമതപോവനഗമനം ഹത്യാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം പച്ചദ്രാവണ കുംഭകർണ നിഗനം ലങ്കാപുരിമർദ്ദനം വേദസ്യ രാമായണം വേദം പകുത്തു വെച്ചൊരു വേദവാസാമുനീന്ദ്രനും ഖേദങ്ങൾ നീക്കിയിട്ടെന്നുള്ളിൽ പാദം വെച്ചിടുക എപ്പോഴും. രഘുനാഥായ നാഥായ സീതാപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ.